ഹൈടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അഹൂജ SSA 250 വാട്ട്സിൻ്റെ ആംപ്ലിഫയറിനെ പറ്റിയാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് മൈക്കിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും കാണാവുന്നതാണ്. പിന്നെ മാസ്റ്റർ വോളിയം, ബേസ്, ട്രബിൾ, ഒരു പവർ സ്വിച്ച്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് മൈക്ക് വോളിയം കൺട്രോളറിൻ്റെ താഴെയായിട്ട് 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ആക്സ് 1ഉം ആക്സ് 2ഉമാണിത്. കാരണം നമുക്കിത് മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മൈക്കിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും ആക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്സിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇങ്ങനെ സ്വിച്ചായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശത്താണ് ആക്സ് 1ഉം ആക്സ് 2ഉം കണക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ആക്സിൽ കൊടുത്താലായിരിക്കും ബേസും ട്രിബിളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാം സ്പീക്കറുകൾ കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗം. അവിടെ കോമൺ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് സ്പീക്കറിൻ്റെ നെഗറ്റീവും പിന്നെ സ്പീക്കറിൻ്റെ ഹോംസ് അനുസരിച്ച് നമുക്ക് 4ലോ 8ലോ ലോഡ് ചെയ്യിപ്പിക്കാം. ഞാൻ 2 ബോക്സാണ്, 4 ഹോംസിൻ്റെ 2 ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 8 ഹോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാവുന്നതാണ് സ്പീക്കറിൻ്റെ കണക്ഷൻ. ഇനി ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അവിടെ ബോക്സ് സ്പീക്കറിനും ഡ്രൈവർ യൂണിറ്റൊന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സിലാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ബോക്സ് എന്നതിലേക്ക് സ്വിച്ച് ചെയ്ത് വെക്കാം. ഡ്രൈവർ യൂണിറ്റിലേക്കാണെങ്കിൽ ഡ്രൈവർ യൂണിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് വെക്കാം. ഒരിക്കലും നമ്മൾ ബോക്സ് യൂണിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഡ്രൈവർ യൂണിറ്റ് കണക്ട് ചെയ്യരുത്. ഇവിടെയാണ് എൻ്റെ സ്പീക്കർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ആംപ്ലിഫയറിനെ പറ്റിയുള്ള വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്